കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭ വളരെ പ്രക്ഷുബ്ധമാണ്. സഭയ്ക്ക് ചേരാത്ത സഭ്യമല്ലാത്ത പ്രതികരണം കൊണ്ടും പ്രതിഷേധത്തിലെ രോഷം കൊണ്ടുമെല്ലാം തന്നെ ഇത്തവണ ഏറെ സവിശേഷപ്പെട്ടതായി എന്ന് പറയാം. ചരിത്ര പ്രാധാന്യമുള്ള ബില്ലുകൾ പാസാക്കിയ സമ്മേളനം എന്ന മറ്റൊരു സവിശേഷതയും ഇത്തവണത്തെ സമ്മേളനത്തിനുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ബില്ലുകൾ പാസാക്കിയ സമ്മേളനമെന്ന് തന്നെയാണ് സ്പീക്കറും ഈ സമ്മേളനത്തെ വിശേഷിപ്പിച്ചത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ സ്പീക്കർ എൻ ഷംസീറിന്റെ അവകാശവാദം ഇതായിരുന്നുവെങ്കിലും ഈ സമ്മേളനം ഓർമ്മിക്കുക ആ പേരിലാവണമെന്നില്ല. പ്രതിഷേധത്തിന്റെയും കാലുഷ്യത്തിന്റെയും സഭയ്ക്ക് തീരെ ചേരാത്ത വാക്പ്രയോഗങ്ങളുടെയും പേരിലായിരിക്കും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വാടാ പോടാ വിളികളും അത് കടന്നുള്ള കമന്റുകളുമാണ് കേരള നിയമസഭയിൽ തുടർച്ചയായി ഉയർന്നത്. നടുത്തളത്തിൽ സ്പീക്കറുടെ മുഖം മറച്ച് ബാനറുകൾ മുൻപും ഉയർന്നിട്ടുണ്ട്. അത് പിടിച്ചു മാറ്റാൻ വാച്ചൻ വാർഡ് തുനിയുന്നതും അങ്ങനെ ബാനർ തന്നെ കീറി സഭയിൽ വീണതും ഇത് ആദ്യമായാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം വൻ രാഷ്ട്രീയ വിവാദമായതോടെ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള വ്യഗ്രത പ്രതിപക്ഷത്ത് പ്രകടമായിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ ചോദ്യോത്തര വേള തന്നെ റദ്ദാക്കുന്നതിലേക്ക് അത് കടന്നതോടെ ഭരണപക്ഷവും പ്രകോപിതരായി. ആ കലി മുഖ്യമന്ത്രി തൊട്ട് പി ചിത്തരഞ്ജൻ വരെയുള്ളവരിൽ നിന്ന് അരുതാത്ത വാക്പ്രയോഗങ്ങൾക്ക് വഴിവെച്ചു. ഈ സമ്മേളനത്തിൽ സഭ ആകെ ചേർന്നത് 53 മണിക്കൂറാണ്. അതിൽ നിയമനിർമ്മാണത്തിന് ലഭിച്ച 20 മണിക്കൂറിൽ പാസാക്കിയത് 21 ബില്ലുകളുമാണ്. ഇത് ഇന്നത്തെ 5ാമത്തെ ബില്ലാണ് സാർ, പിന്നീട് സംസാരിച്ചു കൊള്ളാം എന്ന മന്ത്രി പി രാജീവിന്റെ ഈ പ്രതികരണത്തിൽ മാരത്തൻ ബിൽ അവതരണം സഭയിലുണ്ടാക്കിയ മടുപ്പ് പ്രകടമായിരുന്നു. ഒന്നും രണ്ടുമല്ല, ആകെയുള്ള 20 ബില്ലുകളിൽ 11 ഏതാണ്ട് 7 മണിക്കൂറുകൾ കൊണ്ട് പാസാക്കിയത്. അതിൽ 5ഉം അവതരിപ്പിച്ചത് രാജീവാണ്. ഈ സഭയും മന്ത്രിയും അങ്ങനെയും അപൂർവ റെക്കോർഡിട്ടിരുന്നു. തുടർഭരണ സാധ്യതകൾക്ക് എല്ലാ വഴിയും ആരായാനുള്ള LDFന്റെ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ബില്ലുകളുടെ ഉള്ളടക്കത്തിൽ പ്രകടമായത്. അങ്ങനെ തുടർഭരണം ഉണ്ടായാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടിയോ വീണ്ടും മത്സരിക്കണമെന്നത് തന്നെ പിണറായിയോ തീരുമാനിച്ചിട്ടില്ല എങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ അക്കാര്യം ഉറപ്പു പറയുന്നുമുണ്ട്. 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴെങ്കിലും നിലവാരമുള്ള ഒരു പ്രതിപക്ഷത്തെ കിട്ടിയാൽ മതി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സേവനാവകാശത്തിന്റെ ബില്ലിന്റെ ചർച്ചയിൽ ഉറച്ച സേവകനായിരിക്കും താനെന്ന് അദ്ദേഹം ദ്യോതിപ്പിച്ചു. നിക്ഷേപത്തിനുള്ള തടസ്സങ്ങൾ നീക്കുന്ന വ്യവസായ ഏകജാലക ക്ലിയറൻസ് ഭേദഗതി ബില്ല് CPM കൂടുതൽ പരിഷ്കരണ പാതയിലേക്കാണെന്നതിന്റെ തെളിവായി തന്നെ കരുതിയവരെ TI മധുസൂദനൻ തിരുത്തുകയും ചെയ്തു. ചുവപ്പുനാട പൊട്ടിച്ചെറിയുന്ന വിപ്ലവാത്മക ബില്ലാണ് ഇത്. അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലിൽ അധികമായി സംസാരിക്കുന്നതെന്ന് തോന്നിയതുകൊണ്ട് മന്ത്രി K രാജനോട് സമയക്കുറവ് സ്പീക്കർ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. രാജന്റെ പ്രഖ്യാപനങ്ങൾ CPI MLAമാർ ശ്രദ്ധിച്ചിരുന്ന് കൈയടിക്കുകയും ചെയ്തു. രാഷ്ട്രപതി തിരിച്ചയച്ച ബില്ലുകളെ ഭാഷാ ബിൽ ഇത്തവണ അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ സഭ പാസാക്കുകയും ചെയ്തു. ബിൽ ചർച്ചകളിലെ പ്രതിപക്ഷ അസാന്നിധ്യത്തെ വിമർശിക്കാൻ മന്ത്രിമാരും ഭരണപക്ഷ MLAമാരും മറന്നുമില്ല. സഭ പിരിയുന്ന ദിവസമായതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉച്ചസ്ഥായിലെത്തിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് പ്രതിപക്ഷം വന്നിരിക്കുന്നത്. അതിന് കിട്ടിയ ശിക്ഷയായ സസ്പെൻഷൻ പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ആ 3 MLAമാരും സഭയിൽ ഉണ്ടായിരുന്നുമില്ല. നടപ്പ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിലെ സസ്പെൻഷൻ ഫലത്തിൽ സ്വയം ബഹിഷ്കരിച്ചുകൊണ്ട് പോയവരെ പുറത്താക്കിയതുപോലെ ആയി പോവുകയും ചെയ്തു. സഭയ്ക്കകത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നവരെയാണ് പ്രമേയത്തിൽ പ്രതിപക്ഷത്തെ മന്ത്രി MP രാജേഷ് വിശേഷിപ്പിച്ചത്. ആ ബഹളത്തിനിടെ ഒരു പൊതുപ്രവർത്തകന് തന്നെ ചേരാത്ത തരത്തിൽ ഭിന്നശേഷിക്കാരെ പരിഹസിച്ച PP ചിത്തരഞ്ജൻ ദേഹനിന്ദയിൽ നിന്ന് ഭരണപക്ഷം പിന്നോട്ടില്ല എന്ന ഭീകരമായ സൂചനയും നൽകി.